അത്രേ ഉള്ളൂ. നമ്മൾ HIV ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് HIV എന്ന് പറഞ്ഞാൽ മരുന്നെന്ന് പറഞ്ഞാൽ വേറെ എന്തോന്നാണ്? ഒരു ബാത്റൂമേ ഉള്ളൂ, ഒന്ന് ബ്ലോക്കായി കിടക്കുന്നു, ഒന്ന് നീറ്റില്ല. ഈ ചീട്ടിന് തന്നെ 10 രൂപ ഈടാക്കുകയാണ്. അത് സാധാരണ പാവപ്പെട്ട രോഗികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. 10 സിബിലിസ് അറിയാമോ? അച്ഛോ, പിന്നെ എന്തിന് ഇത് കൊണ്ടുവന്ന് നടക്കണത്? സിബിലിസ് അറിഞ്ഞുടങ്ങി ഒരു മെഡിസിനും നമുക്ക് അവിടെ നിന്ന് തരുന്നില്ല. 10 രൂപയുടെ ഓയിൽമെന്റ് പോലും പുറത്തുനിന്നാണ് നമ്മൾ വാങ്ങുന്നത്. വീണ്ടും വിവാദങ്ങളിലൂടെ കടന്നു പോകുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഇവിടുത്തെ സൗകര്യങ്ങളുടെ അപര്യാപ്തതയെക്കുറിച്ച് ഇവിടുത്തെ ഒരു ഡോക്ടർ തന്നെയായിരുന്നു രംഗത്തെത്തിയിരുന്നത്. ഇവിടെ ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടോ എന്ന് ഇവിടുത്തെ ജനങ്ങളോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഹോസ്പിറ്റലിൽ വന്ന് നമ്മള് ടെസ്റ്റ് ചെയ്യാൻ വന്ന HIV ടെസ്റ്റ് ചെയ്യാൻ വന്ന അപ്പൊ എന്തിനാണ് പറയേണ്ടത്? മെഡിക്കൽ കോളേജിൽ ആവശ്യത്തില് സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? ഇപ്പൊ ഇവിടെ 100% ഉണ്ട്. 100% ടെസ്റ്റൊക്കെ ഫ്രീ ആണ്. എല്ലാം ഫ്രീ ആണ്. മരുന്നുകളൊക്കെയോ? മരുന്ന് ഇപ്പം ഒരു 90% ഫ്രീ ആണ്. 10% മരുന്നെടുക്കേണ്ടി വരും. മരുന്നുകളൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരുന്ന 10% അത്രേ ഉള്ളൂ. നമ്മൾ HIV ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് HIV എന്ന് പറഞ്ഞാൽ മരുന്നെന്ന് പറഞ്ഞാൽ വേറെ എന്തോന്നാണ്? അത് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് ഒരു ഗുരുവില്ല. ഇതായിരിക്കും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അത് ആണും പെണ്ണും ഒക്കെ എടുക്കുന്നത് അല്ല, നിങ്ങൾ ഉൾപ്പെടെ എടുക്കുന്നത് നല്ലതാണ്. കാര്യം വെച്ചാൽ ആരെങ്കിലും ഇവിടെ ആവശ്യത്തില് സൗകര്യങ്ങളൊക്കെ ഉണ്ടോന്ന് അറിയാൻ വന്നതാണ്. സൗകര്യം ഉണ്ടോന്ന് ഞാൻ HIV ടെസ്റ്റ് ചെയ്യാൻ വന്ന HIV എന്ന് പറഞ്ഞാൽ അറിയാമോ? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഓ, അത്. പിന്നെ വേറെ എന്തോന്നാണ്? ഇവിടെ ഒരുപാട് വിവാദങ്ങളൊക്കെ വന്നായിരുന്നല്ലോ. പിന്നെ മറ്റേത് എന്ന് പറഞ്ഞ പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ അല്ല, HIV അത് വേറെ. പിന്നെ സിബിലിസ് എന്ന് പറഞ്ഞ എന്തോന്നാണ്? അതിന്റെ സിബിലിസ് അറിയാമോ? അച്ഛോ, പിന്നെ എന്തിന് ഇത് കൊണ്ടുവന്ന് നടക്കണത്? സിബിലിസ് അറിഞ്ഞുടങ്ങി സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? ഇപ്പം ഞാൻ വന്നൊരു ഡോക്ടറെ കണ്ടില്ല, കാണാനായിട്ടിരിക്കുക. അപ്പോൾ എൻ്റെ ടോക്കൺ ആയില്ല. ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. സൗകര്യങ്ങളുള്ളതായിട്ടാണ് തോന്നുന്നത്. മറ്റു കുഴപ്പമൊന്നും ആരും പറയുന്നില്ല അവിടെ. എന്താന്ന് അറിയത്തില്ല. ഉപകരണങ്ങളിൽ നിന്നൊക്കെ ഇപ്പൊ കുഴപ്പമില്ലെന്ന് തോന്നുന്നു കണ്ടെടുത്തോളം. അത്യാവശ്യത്തിനൊക്കെ ഉണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് വിവാദങ്ങളൊക്കെ വന്നായിരുന്നല്ലോ, സൗകര്യങ്ങളൊന്നും. ഞാൻ ഇന്ന് കുറെ നാളത്തേക്ക് ഇപ്പോഴാണ് വന്നത്. പക്ഷെ വേറെ കുഴപ്പമില്ല. എനിക്ക് സർജറി ഹോളിലാണ് പോകേണ്ടിരുന്നത്. അവിടെ എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു. ഉണ്ട്. ആവശ്യത്തിലധികം സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ഒരുപാട് വിവാദങ്ങളൊക്കെ വന്നായിരുന്നല്ലോ ഇവിടെ. വന്നിട്ടുണ്ട്. ഇപ്പം പല ആൾക്കാർ ഇവിടുത്തെ ഒരു ഡോക്ടർ തന്നെയല്ലേ പറഞ്ഞത് ഇവിടെ സൗകര്യങ്ങൾ പോരാ? അതിനെ പറ്റി അറിയില്ല. ചേട്ടന് സൗകര്യങ്ങളൊക്കെ ഉണ്ട്? എനിക്ക് സൗകര്യമുണ്ട്. സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഒരുപാട് വിവാദങ്ങളൊക്കെ വന്നായിരുന്നല്ലോ ഇവിടെ. സൗകര്യം പോരാ? ഇല്ല, ഇപ്പൊ ഇവിടെ എല്ലാത്തിനും സൗകര്യമുണ്ട്. കോളേജിൽ ഒരു സൗകര്യം ഇരിക്കാനും ഇതുമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു മരുന്ന് പാരസെറ്റമോൾ അല്ലാതെ ഒരു മരുന്നും ഇല്ല. എല്ലാം പുറത്തുനിന്നാണ് എടുക്കുന്നത്. നമ്മൾ റേഡിയേഷൻ ചെയ്തിട്ടാണ് വരുന്നത്. സൗകര്യങ്ങളൊക്കെ കുറവാണ്. ഒരു ബാത്റൂമേ ഉള്ളൂ, ഒന്ന് ബ്ലോക്കായി കിടക്കുന്നു, ഒന്ന് നീറ്റില്ല. അപ്പോൾ എത്ര പേര് റേഡിയേഷൻ? ഒരു 100-150ഓളം ആൾക്കാർ അവിടെ വരും. എല്ലാവരും ആ ഒന്നിലാണ് പോകുന്നത്. പിന്നെ എല്ലാം ഈ പിണറായി പോയാൽ ശരിയാവും എന്നാണ് എൻ്റെ വിശ്വാസം. മോളെ, ഒരു മെഡിസിനും നമുക്ക് അവിടെ നിന്ന് തരുന്നില്ല. 10 രൂപയുടെ ഓയിൽമെന്റ് പോലും പുറത്തുനിന്നാണ് നമ്മൾ വാങ്ങുന്നത്. അത്ര കഷ്ടതയിലാണ്. പിന്നെ ഇങ്ങനെ ഒരു അസുഖം വന്നു, അത് നമുക്ക് തീർക്കണ്ടേ. അതിനുവേണ്ടി നമ്മുടെ ഡോക്ടർ നല്ല മനുഷ്യനാണ്. HOD അരവിന്ദ് സാറാണ്, നല്ല മനുഷ്യനാണ്. എനിക്ക് എല്ലാ ട്രീറ്റ്മെൻറ്റും തരുന്നുണ്ട്. ഇവിടെ മെഡിക്കൽ കോളേജിൽ ആവശ്യമായ സൗകര്യങ്ങളും എല്ലാം ഉണ്ടോ? അതായത് രോഗികൾ വളരെ ബുദ്ധിമുട്ടില്ല. കാരണം ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്നാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റിനും റെഫറൻസും കാര്യങ്ങൾക്കും വരുന്നത്.
അതോടുകൊണ്ട് തന്നെ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. നമുക്കറിയാം തൊഴിലില്ലായ്മ ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഓരോ പൈസയും വിലപ്പെട്ട സാഹചര്യമാണ്. അപ്പോൾ ഇന്ന് ആശുപത്രി സത്യത്തിൽ ഇപ്പം OP ചീട്ടിന് തന്നെ 10 രൂപ ഈടാക്കുകയാണ്. അത് സാധാരണ പാവപ്പെട്ട രോഗികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. 10 രൂപ പോയിട്ട് ഇവിടെ ഒരു ദിവസം നീങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ്. കാരണം എല്ലാത്തിനും നമുക്കറിയാം മിനറൽ വാട്ടർ വരെ സർക്കാർ 13 രൂപ റേറ്റ് പറഞ്ഞിട്ട് ഇവിടെ കിട്ടുന്ന 20 രൂപയ്ക്കാണ് ആശുപത്രിക്ക് ഉള്ളിൽ തന്നെ കിട്ടുന്നത്. അതേപോലെ പാർക്കിംഗ് ഫീസ്, ഒരു വാഹനം കണ്ട ഒരു ഓട്ടോറിക്ഷ വന്നു കഴിഞ്ഞാൽ തന്നെ 20 രൂപ അവർ മണിക്കൂർ വെച്ച് വാങ്ങിക്കുകയാണ്. അത് ഏത് കാര്യങ്ങൾക്കും ഭീമമായ ഫീസാണ് ഇവിടെ ഈടാക്കുന്നത്. അത് മരുന്നുകൾ വളരെ കുറച്ച് മരുന്നുകൾ മാത്രമേ നമുക്ക് അവിടെ നിന്ന് തരുള്ളൂ. ബാക്കിയെല്ലാം പുറത്തുനിന്നാണ്. അവിടെ നിന്നാണെങ്കിൽ നമ്മൾ 2 GST ഉൾപ്പെടെയാണ് ആ മെഡിസിൻ വാങ്ങിക്കുന്നത്. അതേപോലെ കുട്ടികളുടെ ചികിത്സ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിലവിൽ ഫ്രീ ആയിരുന്നു. അതിപ്പോൾ ലാബ് ടെസ്റ്റുകൾ എല്ലാം പുറത്തുനിന്നാണ് കുറിച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ അവർ HDS ലാബ് പോലെയുള്ള ഗവൺമെൻറ്റിൻ്റെ അണ്ടർടേക്കിങ്ങിൽ പ്രവർത്തിക്കുന്ന ലാബ് വരെ അവർ പൈസ വാങ്ങിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത്. അതുപോലെ എല്ലാ രീതിയിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതിനാണ് പൈസ ഇല്ലാത്ത? അറ്റ്ലീസ്റ്റ് മാസ്ക് മുതൽ എല്ലാ നമ്മുടെ എന്ത് സാധനങ്ങളും പൈസയിലാണ് നമ്മൾ, അതായത് നമ്മുടെ കാൽപാദം മുതൽ തലമുടി വരെയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ നികുതി കൊടുത്താണ് ജീവിക്കുന്നത്. സൗകര്യങ്ങൾ ഞങ്ങൾ മാസത്തിലൊരിക്കലുള്ള ചെക്കപ്പിനാണ് ഇവിടെ വരുന്നത്. എന്നാലും ഇന്നിപ്പോൾ ഞങ്ങൾ പേസ് മേക്കർ ചെക്ക് ചെയ്യാനായിട്ട് വന്നത് അമ്മയുടെ. എന്നാലും പിന്നെ നമ്മൾ ഡോക്ടറുമായിട്ടുള്ള ബന്ധമില്ല. ഇന്ന് ഡോക്ടറെ കാണുന്നില്ല നമ്മൾ. പിന്നെ ബേസിക് ആയിട്ടുള്ള ഹൈജീൻ്റെ ഒക്കെ വൃത്തിയൊക്കെ എങ്ങനെയുണ്ട് ഇവിടുത്തെ? വൃത്തിയൊക്കെ പിന്നെ നേരത്തേക്കാളും ഇപ്പം വൃത്തിയുണ്ട്. നേരത്തെ എന്ന് വെച്ചാൽ ടോയ്ലറ്റ് എല്ലാം പോയി കിടക്കുമായിരുന്നു. ഇപ്പോൾ എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ടോയ്ലറ്റ് ഒക്കെ ആവശ്യത്തിലധികം ഉണ്ട്. ഉണ്ട്, ഇപ്പോൾ ഉണ്ട്. ഉണ്ടെന്നാണ് അറിവ്. ആന്റിക്ക് എന്ത് തോന്നുന്നു? ഉണ്ടോ സൗകര്യങ്ങളൊക്കെ? എല്ലാം തീർത്തുമില്ല. ഇപ്പോൾ ഒരുപാട് വിവാദങ്ങളൊക്കെ വന്നതല്ലേ, അപ്പോൾ അതിനോട് ആന്റി യോജിക്കുന്നുണ്ടോ? സൗകര്യങ്ങളില്ല, ഉപകരണങ്ങളൊക്കെ കുറവാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിവാദങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു ഡോക്ടർ തന്നെയാണ് പറഞ്ഞത്. അപ്പം ആന്റിയുടെ അഭിപ്രായം എന്താ? ഉപകരണങ്ങളൊക്കെ കുറവായിരുന്നൊക്കെ പറഞ്ഞു. അത് എങ്ങനെയാ കള്ളം കൊണ്ടുപോയതാണോ വലിയൊരു കൊണ്ടുപോയതാണോ എന്നറിയില്ല. പിന്നെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇവിടെ ഉണ്ടെന്നും പറയുന്നുണ്ട്. അത്ര എനിക്ക് അറിവുള്ളൂ. ആന്റിക്ക് എന്താ തോന്നുന്നത്? ആവശ്യത്തിന് സൗകര്യമൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോൾ 3 പ്രാവശ്യമായി വരാൻ തുടങ്ങിയിട്ട്. 3 പ്രാവശ്യം കുഴപ്പമില്ലായിരുന്നു. നന്നായിട്ട് നല്ലതായിട്ട് തന്നെയായിരുന്നു. ആന്റിക്കോ? കുഴപ്പമില്ല, നല്ല സൗകര്യങ്ങളാണ്. ആവശ്യത്തിലധികം സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? നമുക്ക് അത്യാവശ്യ സൗകര്യങ്ങളൊന്നുമില്ല, എങ്കിലും ചെറിയ രീതിയിൽ പോകണം. ചെറിയ രീതിയിൽ എങ്ങനെ? ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ എങ്ങനെ? ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വൃത്തി ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പം ആവശ്യത്തിലധികം സൗകര്യങ്ങൾ ഇല്ല എന്നാണ് പറയുന്നത്. ആവശ്യം ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. പിന്നെ മെഡിസിൻ്റെ കാര്യത്തിലൊക്കെ അപര്യാപ്തത ഉണ്ട്. രോഗികൾ കൂടുതലാണെന്നൊക്കെ പറയുന്നു. രോഗികൾ പിന്നെ അസുഖം വരുന്ന കൂടുതലും ഇവിടെയല്ലേ ആശ്രയിക്കാൻ പറ്റുള്ളൂ. പിന്നെ അവർക്ക് വന്നല്ലേ പറ്റുള്ളൂ. മെഡിസിനൊക്കെ പുറത്തുനിന്നാണ് വരുന്നത്. അത് ചിലത് മെഡിസിൻ പുറത്തുനിന്ന് മേടിക്കേണ്ടി വരും, ചിലതൊക്കെ കിട്ടുന്നുണ്ട്. ചിലതൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഇതൊരു ഗവൺമെന്റ് ആശുപത്രി ആയിട്ട് എന്തുകൊണ്ടായിരിക്കും വെളിയിൽ നിന്നൊക്കെ വാങ്ങിക്കേണ്ടി വരുന്നത്? അവിടെ മരുന്നുകളെല്ലാം പുറത്തുനിന്നാണ്. അപ്പം ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പൊ ഒരുപാട് വിവാദങ്ങളൊക്കെ വന്നായിരുന്നല്ലോ ഇവിടെ സൗകര്യങ്ങളില്ല. ഇവിടുത്തെ ഒരു ഡോക്ടർ തന്നെയല്ലേ പറഞ്ഞത്? അത് എനിക്കറിയത്തില്ല. ഇന്ന് ഞാൻ വന്നപ്പോൾ കുഴപ്പമില്ല, നല്ല രീതിക്ക് ഡോക്ടർമാർ നോക്കുന്നുണ്ട്, എല്ലാവരുമായിട്ട് സഹകരിച്ച് പോകുന്നുണ്ട്. മരുന്നുകളൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരും. ഉള്ള മരുന്ന് അവിടെ നിന്ന് തരും, ബാക്കി പുറത്തുനിന്ന് എടുക്കണം. ഒരു ഗവൺമെന്റ് ആശുപത്രി ആയിട്ടും പുറത്തുനിന്ന് എടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടായിരിക്കും? വില കൂടിയതൊന്നും ഇവിടെ ഇല്ല. വില കുറഞ്ഞ മരുന്നുകളെ ഇവിടെ നിന്ന് തരുള്ളൂ. കൂടിയ മരുന്നെല്ലാം പുറത്തുനിന്ന് തന്നെ എടുക്കുന്നത്. ഇവിടുത്തെ വൃത്തിയും ടോയ്ലറ്റ് സൗകര്യവും ഒക്കെ എങ്ങനെയുണ്ട്? അത് വൃത്തിയില്ല. ടോയ്ലറ്റ് സൗകര്യമുണ്ട്, പക്ഷേ വൃത്തിയില്ല.